കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത് വിവാദത്തിൽ. പുതിയകാവ് ക്ഷേത്രമാണ് നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പം ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പോലീസിന് പരാതി നൽകി. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇന്നലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കൊല്ലം പൂരം അരങ്ങേറിയത്. സാംസ്കാരിക സമ്മേളനത്തിന് പിന്നാലെയാണ് കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നടപടി ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്നും കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളം കമ്മീഷണർക്ക് പരാതി നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് കൃത്യമായ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പറ്റത്തില്ല. കാര്യം കടക്കൽ ക്ഷേത്രത്തിന് ശേഷം കോട്ടിക്കൽ, അതിനുശേഷം ഇപ്പോൾ ആശ്രാമം കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങൾ എപ്പോഴും വിശ്വാസികൾക്കുള്ളതാണ്. അവിടെയൊക്കെ രാഷ്ട്രീയം കലർത്തുവാൻ ശ്രമിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ശക്തമായ നിയമ പോരാട്ടങ്ങൾ അടക്കവുമായി മുന്നോട്ട് പോകും. ആചാരലംഘനം നടത്തിയ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കാട്ടി ദേവസ്വം ബോർഡിനും പരാതി നൽകി. സംഭവത്തിൽ നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. ഇത്തരം കാര്യങ്ങൾ വെച്ചുപൊറപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, മത സാമുദായിക സംഘടനകളാവട്ടെ, ഇത്തരം കാര്യങ്ങളിൽ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് സ്വച്ഛശാന്തമായി പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ മാത്രമല്ല, സാമ്യമുള്ളതായ കൊടിയോ ചിഹ്നമോ പാടില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് SPയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സംഭവത്തിൽ DYFI കൊല്ലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം.